മേനെ വെറ്റിലേക്ക് എടുക്കുന്നേ. മുറുക്കാൻ പോകണം. മുറുക്കാനല്ലടാ, ഇച്ചിരി വെള്ളം തിളപ്പിക്കാനാണ്. അതെ, ഒരു ജലദോഷക്കോള് ജീരകവും വെറ്റം കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കണം. ചെറിയ ചൂടോടെ തലയൊന്ന് കഴുകണം. ജലദോഷം കുറഞ്ഞത്. നമുക്ക് വേണോ? എനിക്കോ? എന്നാ ഞാനൊന്ന് ആവി പിടിച്ചേക്കാം. അങ്ങനെയാണല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അമ്മയ്ക്ക് ഇങ്ങനത്തെ ഈ ചെടികളുടെയൊക്കെ പേരൊക്കെ അറിയാവോ? ചെടികളുടെ പേരെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും അറിയത്തില്ല, കുറച്ചൊക്കെ അറിയാം. എന്ന ചെടികളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മുടെ ഈ പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ കുറേ ഓരോരോ ഈ പല ചെടികൾ നമുക്ക് പരിചയമില്ലാത്തൊക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് ഓർത്തുകൊണ്ടിരുന്ന ഒരു ചെടിയാതെ. ഇതെന്നാന്ന് അമ്മയ്ക്കറിയാവോ അമ്മേ? നമ്മൾ ഈ സത്യപ്പുല്ല് എന്നൊക്കെ പറഞ്ഞ് ഇട്ടുകൊണ്ടിരുന്നത് ഇതുണ്ടോ? ഈ ചെടി ഇതുണ്ടോ? ഇതാണ് നിലപ്പുള്ളടി. നിലപ്പുള്ളടി എന്നും പറയും, സത്യപ്പുല്ലെന്നും പറയും. സത്യപ്പുല്ലെന്ന് ചുമ്മാ വല്ലവരും പറയുന്നതായിരിക്കും. എനിക്കത് നിലപ്പുള്ളടി എന്നാണ് ഇതിൻ്റെ പേര്. എന്തെങ്കിലും സത്യം കാണും അല്ലേ? ഇത് ഈ പിള്ളേരൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവരെ കുളിപ്പിക്കുന്ന സമയത്ത് ഇതും പച്ചമഞ്ഞളും കൂടി അരച്ച് അവരുടെ മേത്തൊക്കെ തേപ്പിക്കും. കൂടുതലും പിള്ളേരുടെ മേത്താണ് തേപ്പിക്കുന്നത്. ഇതാണ് കണ്ടിട്ടുണ്ട്. നമ്മുടെ മുറ്റത്ത് മാടുവഴിയൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നതാ. ഇതിൻ്റെ പേരെന്നു വെച്ചാൽ പണ്ടൊക്കെ ഉള്ള കാരണന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചെറുവ് പൈപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് കൈയൊക്കെ മുറിഞ്ഞ് കഴിയുമ്പം നമ്മളിത് ഇങ്ങനെ എടുത്ത് ഓടിച്ചെന്ന് ഇത് കുറച്ച് പറിച്ച് കയ്യിലിട്ട് തിരുമ്മി കയ്യിലോട്ട് വെച്ച് കെട്ടി വെക്കുമായിരുന്നെന്ന്, മരുന്നാന്നും പറഞ്ഞ്. ഇത് വെച്ച് കെട്ടിയെന്ന പെട്ടെന്ന് ചോര നിന്നോളും, മുറിവ് കരിഞ്ഞോളും എന്ന് പറഞ്ഞ് കെട്ടി വെക്കുന്ന കാണാം. നീറുവോ അതൊന്നും എനിക്കറിയില്ല, ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതെന്നാ ചെടിയാ? ഇതാണ് നിലക്കാഞ്ഞരം എന്ന് പറയുന്നത്. നിലക്കാഞ്ഞരം ഇതുണ്ടോ? ഇത് നമ്മുടെ ഈ പറമ്പിൽ കൂടെ ഒക്കെ ഇഷ്ടംപോലെ ഉള്ളതായത്. ആടൊക്കെ തിന്നുന്നതായത്. ഇത് നമുക്ക് പ്രയോജനമുണ്ട്. നമുക്ക് വയറ്റിൽ ഗ്യാസൊക്കെ ഉണ്ടായില്ലേ, ഗ്യാസൊക്കെ കെട്ടി കഴിയുമ്പോൾ പണ്ടൊക്കെ ഉള്ളവരാണെങ്കിൽ പറയും വായു പിന്നിച്ചെന്ന് പറയും. ഇപ്പോൾ ഉള്ളവർ ഗ്യാസ് എന്ന് പറയും. ഇത് ഒരു ചോട് ഇങ്ങോട്ട് ഇങ്ങ് പറിച്ചെടുക്കും. പിന്നെ ഒരു ചോടിങ്ങ് പറിച്ചിട്ട് വേര് സഹിതം പറിച്ചെടുക്കണം, ഒരു ഒറ്റ ചോട്. എന്നിട്ടത് നല്ലപോലെ കഴുകി ചുക്കിരിയൊക്കെ ഉണ്ടോന്ന് തൂത്ത് കളഞ്ഞിട്ട് ഇതും ശകലം ജീരകവും കൂടെ വെച്ച് കല്ലേ വെച്ച് ഇടിച്ച് പിഴിഞ്ഞെടുക്കണം എൻ്റെ നീര്. എന്നിട്ടത് അതൊരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കുടിക്കണം. വെറും വയറ്റിൽ കുടിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ഈ തൊട്ടാവാടി എന്നാന്ന് നിനക്കറിയാമല്ലേ? അതൊക്കെ എനിക്കറിയാം. അതിൻ്റെ ഗുണം അറിയാവോ? ഗുണം എന്നാ? ഒരു ചോടിങ്ങ പറിച്ച് നല്ലപോലെ കഴുകി വെള്ളം വെന്ത് കുടിച്ചാൽ ഷുഗർ കുറയുന്ന പറയുന്നത്. നല്ല ഒത്തിരി ഷുഗറൊക്കെ ഉള്ളവർക്ക് അത് ഒരുപാടൊന്നും കുടിക്കരുത്. ആഴ്ചയിൽ ഒരു 1-2 ദിവസമേ ഒരു ഗ്ലാസ്സോ വല്ലേ കുടിക്കാവുള്ളൂ. പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോകും. ആണോ? ഇതേ ഞാൻ പലപ്പോഴും ചോദിക്കണം എന്ന് ഓർത്തിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതുണ്ടോ? ഇത് ഞാൻ മിക്കവാറും ഇതിൽ നടക്കുമ്പോഴെല്ലാം കണ്ടിട്ടുണ്ട്. ഇതെന്നാണെന്നറിയാമോ അമ്മയ്ക്ക്? അത് കല്ലുരുക്കിയല്ലേ? കല്ലുരുക്കിയോ? കല്ലുരുക്കി അതൊരു മരുന്നാ. അത് എന്ത് കല്ലാ ഉരുക്കുന്നത്? മൂത്രത്തിലുണ്ടാകുന്ന കല്ലാണ്. എന്നതാണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. അതുകൊണ്ട് പാലിൽ എങ്ങാണ്ട് അരച്ച് കൊടുക്കുവോ അതാണ്ടൊക്കെ ചെയ്യും. മരുന്ന് അതാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല.
ഞാൻ ഒരു ഇല ഞാൻ കാണിക്കാം അമ്മീനെ. ഇതുണ്ടോ? ഇതെന്നാ അമ്മ ഇത്? അത് കൊടകൻ. കുടകനോ? കുടകൻ എന്ന് പറയും. അത് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ നല്ലതാണ്. അതിനകത്ത് കുടകൻ. ഇത് എന്തിനാ? കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇതിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഇല പറിച്ച് തോരൻ വയ്ക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഞാൻ വെച്ചിട്ടൊന്നുമില്ല. ഇതുണ്ടോ, ഇങ്ങനെ നിലത്തോടെ പടർന്ന് കിടക്കുന്ന ഒരു ഇതെന്നാന്ന് നിനക്കറിയാവോ? ഏതാ? ഇത് ഈ നിൽക്കുന്ന റബ്ബറിൻ്റെ വെച്ച് നിൽക്കുന്നത് അത് പെരുകലല്ലേ? പെരുകലം. ഇതൊക്കെ എനിക്കറിയാം. ഇതിനുണ്ടൊരു പ്രത്യേകത. എന്നാ? ഇതിന് പെരുകലം എന്നല്ലേ നമ്മളൊക്കെ പറയുന്നത്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ഒരുവേരൻ എന്നൊരു പേരും കൂടെ ഉണ്ട്. ഒരുവേരനോ? ഒരുവേരൻ. എന്തിനുപയോഗിക്കുന്നു ഇത്? പിന്നെ പിള്ളേർക്ക്, കൊച്ചു പിള്ളേരൊക്കെ ഇച്ചിരിയൊക്കെ വല്ലതൊക്കെ കഴിക്കാറൊക്കെ തിന്നാറൊക്കെ ആയി തുടങ്ങുന്ന പിള്ളേർക്ക് ഇത് ഈ കുത്തരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിന്നെ ഇത് പറിച്ചെടുക്കും. ഇത് ചോട ഇങ്ങ് പറിച്ചിങ്ങെടുക്കും. അപ്പം അതിൻ്റെ അങ്ങനെ നീളത്തിലൊരു വേരുണ്ട് നേരെ താഴോട്ട് പോണെ. അത് കഴുകിയെടുത്തിട്ട് അതിൻ്റെ പുറത്തൊരു തൊണ്ടുണ്ട്. അത് പൊളിച്ചെടുത്ത് ഈ അരിയുടെ കൂട്ടത്തിൽ വെച്ച് അരച്ച് ചെറു തേങ്ങായും എല്ലാം കൂടെ കൂട്ടി വെച്ച് അരച്ച് അടച്ചിട്ട് കൊടുക്കുകയോ ഉണ്ടയായിട്ട് പുഴുങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യും പിള്ളേർക്ക്. വിരശല്യം ഉണ്ടാകാതിരിക്കാൻ. കൊച്ചു പിള്ളേർക്ക് ഇതൊക്കെ പണ്ടൊക്കെ ഉള്ള ആൾക്കാരുടെ ചികിത്സകളാണ് ഇതൊക്കെ. അമ്മയൊക്കെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് വെച്ച് ഇനി ആരിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രശ്നം ഉണ്ടാവുമോ? ഒരു പ്രശ്നവുമില്ല. എന്നാണ് ഒരു കാര്യം പറയാനുള്ളത്. അല്ല, ഇത് കണ്ടിട്ട് ഈ മറ്റേ തൊട്ടാവാടിയുടെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, ഷുഗറും അങ്ങനെ ഷുഗറൊക്കെ ഉള്ളവർ ഡോക്ടറൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുള്ളൂ. അമ്മേ, ഈ പ്രപഞ്ചം മുഴുവൻ സ്നേഹമാണെന്ന് പറയുന്നത് അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നമ്മുടെ ഈ പറമ്പിൽ കൂടെയൊക്കെ നോക്കി നടന്നു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷ ഇലകൾക്കും ലവ് ചിഹ്നത്തിൻ്റെ ആകൃതിയാണ്, അല്ലേ?